ഈ ആശുപത്രി മോർച്ചറിയിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിറയൻകീഴ് സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ രണ്ടുപേരുടെയും ബന്ധുക്കൾ, അതായത് മരിച്ച പെൺകുട്ടിയുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ആ പ്രതിയുടെ സഹോദരന്റെ ബന്ധുക്കളും ഇവിടേക്ക് വന്നിട്ടുണ്ട്. പോലീസ് സംഘം അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ മോർച്ചറിക്കകത്ത് പുരോഗമിക്കുന്നു. ഇതിനുശേഷമായിരിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മൃതദേഹങ്ങൾ മാറ്റുക. ഒപ്പം തന്നെ ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ ഇവിടെ എത്തി ഈ ചികിത്സയിലുള്ള അമ്മ ഷെമിയെ കണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അതിൻ്റെ ലഭ്യമായിട്ടില്ല. അദ്ദേഹം ഇവിടെ നിന്നും ആശുപത്രിയിൽ വന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം മടങ്ങി. ഇപ്പോൾ അദ്ദേഹം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. വിശദമായ മൊഴിയെടുപ്പ് അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലൊക്കെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഒപ്പം പോലീസിന് ഇന്നലെ ഇൻക്വസ്റ്റ് ആ വീട്ടിൽ നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നില്ല. കാരണം അവിടെ പോലീസ് സംഘം എത്തുമ്പോൾ അമ്മ ഷെമിക്ക് ജീവനുണ്ടായിരുന്നു. ആ ഷെമിയെ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കേണ്ടതുണ്ടായിരുന്നു. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന മറ്റ് 2 മൃതദേഹങ്ങളും എത്തിക്കുകയായിരുന്നു. ഒരു പക്ഷേ മറ്റുള്ളവർക്കും ജീവനുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സംശയം. അമ്മയ്ക്ക് ജീവനുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റ് 2 പേരും കൂടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് മരണം സ്ഥിരീകരിച്ചു. അതിനുശേഷം മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. രാത്രിയായിരുന്നു ഈ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ വിശദമായ കാര്യങ്ങളെല്ലാം ബന്ധുക്കളിൽ നിന്ന് ചോദിച്ചറിയുന്ന കാര്യങ്ങളാണ്. ഒരു വശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പെൺകുട്ടിയുടെ ബന്ധുക്കൾ, ഒപ്പം ഈ മരിച്ച കുട്ടിയുടെ ബന്ധുക്കളാണ് ഒരു ഭാഗത്തുള്ളത്. അവരിൽ നിന്നും വിശദമായ കാര്യങ്ങൾ പോലീസ് സംഘം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് ഈ മോർച്ചറിക്ക് അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഒരു 8:30 ഇവിടെ നിന്ന് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റും. ഈ കേസിൽ തന്നെ ഏറ്റവും നിർണായകമാവുക ഇവിടെ ചികിത്സയിലുള്ള അമ്മ ഷെമിയുടെ മൊഴിയായിരിക്കും. അതെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് രാവിലെ പോലീസ് സംഘം എത്തിയത്. അത് സംസാരിച്ചിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ആ വീട്ടിൽ എന്തൊക്കെ നടന്നു എന്നത് അറിയാവുന്ന ഒരേ ഒരാൾ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ഷെമിയാണ്. അതുകൊണ്ട് തന്നെ ഷെമിയുടെ മൊഴി വളരെയധികം പ്രധാനമാണ്. ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിലേക്ക് പോകണമെങ്കിൽ അത് പ്രധാനമാണ്. കാരണം പ്രതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പല തരത്തിലുള്ള കാര്യങ്ങളാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ കുടുംബത്തിനുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിൽ ഒരു വ്യക്തത വരണം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ പ്രതി കൃത്യം നടത്തിയത്, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. തുടങ്ങിയ കാര്യങ്ങൾ, പെൺകുട്ടി എത്ര ദിവസമായി പ്രതിയോടൊപ്പം വീട്ടിലുണ്ട്, പെൺകുട്ടിയുടെ വീട്ടിൽ ഈ കാര്യം അറിഞ്ഞിരുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളായി അവിടെ ഉള്ളവർ സംസാരിക്കാൻ തയ്യാറാണോ? മോത്തി, നമുക്ക് ഇപ്പോൾ ഏതായാലും അവരുടെ പ്രതികരണം എടുക്കുക സാധ്യമല്ല. കാരണം അവർ പോലീസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അതിനുശേഷം ആ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അവരിൽ നിന്നും കാര്യങ്ങൾ വിശദമായി തന്നെ ചോദിച്ചറിയുക. ശരി സ്റ്റെഫൻ.